മുംബൈ സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള വടാപ്പാവാണ്. അപ്പോൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ട ഉണ്ടാക്കിയെടുക്കണം. നന്നായിട്ട് മുരിച്ച് വേണം ഇതെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും മുരിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. 2 ബൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇതിലേക്ക് ഗ്രീൻ ചട്നി തേച്ച് കൊടുക്കണം. അതായത് മല്ലിയിലയും പച്ചമുളകൊക്കെ ചേർത്ത് അരച്ച ഗ്രീൻ ചട്നിയാണ്. അതിൻ്റെ മുകളിലേക്ക് അല്പം ഡ്രൈ ആയിട്ടുള്ള വടാപ്പാവ് ചട്നിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആലു ബോണ്ടയും വെച്ച് കൊടുക്കുക. അതിലേക്ക് അല്പം കൂടി ഡ്രൈ ചട്നി ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റേ ബണ്ണും കൂടി ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ 2 ബണ്ണും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ മുംബൈ സ്റ്റൈൽ വടാപ്പാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടാപ്പാവാണ്. താങ്ക് യു.